എന്താടേ കാണണ ട്യൂഷൻ ക്ലാസ്സിലെ ടെസ്റ്റ് പേപ്പറിന് പോലും ഫുള്ള് മാർക്ക് വാങ്ങിക്കാണ്ട് ഇങ്ങനെ വന്നേക്കണവൻ വന്നേക്കണ്. നിന്നെ എന്തിനാടാ പഠിക്കാൻ വിടണ? എന്തിനാടാ പഠിക്കാൻ വിടണ? നീ എന്താ അതിക്രമോടായി കാണിക്കണത്? അതിക്രമോ? ട്യൂഷൻ ക്ലാസ്സിലെ എക്സാമിന് 20, 18 മാർച്ചുകൊണ്ട് വന്നേക്കാണ്. ഇത്തിരി മാർക്ക് പറഞ്ഞാൽ എങ്ങനെ പിടിച്ചു തല്ലണത്? ആഹാ, പണ്ടേ ഞാൻ മാത്സ് എക്സാമിന് ഇച്ചിരി മാർക്ക് കുറഞ്ഞു വന്നപ്പോ നിങ്ങൾ ചപ്പാത്തി കോളിന് എറിഞ്ഞ പാടേ ഇപ്പോഴും എന്റെ പുറത്തുണ്ട് ചട്ടകത്തിന്റെ പാട് ഇവിടെ. എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കാണ്. നിങ്ങൾ പിള്ളേരായ ഞങ്ങളെ തല്ലിയൊക്കെ അല്ലേ വളർത്തിയത്, എന്നിട്ട് കൊച്ചുമക്കളെ തല്ലുമ്പോഴത്തേക്കും വരും തല്ലല്ലേ കൊല്ലല്ലേ എന്നും പറഞ്ഞു. അതെന്താ കാരണം? അതെ, ഇവന്റെ കല്യാണം കഴിഞ്ഞ് ഇവനൊരു കൊച്ചായി കഴിയുമ്പോ നിനക്ക് അത് അന്ന് മനസ്സിലാവും. ഓ, പിന്നെ ഇനി അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇവന്റെ കല്യാണം വരെ കാത്തു നിൽക്കാ. എന്റെ പൊന്നപ്പേ, എന്നിപ്പോ നിർബന്ധിക്കരുത്, എനിക്ക് പഠിക്കാനുള്ളതാണ്. എന്ത് നിർബന്ധിക്കരുതെന്ന്? കല്യാണത്തിന് ഇല്ലെന്ന്. അയ്യോ, മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല അവൻ, അപ്പത്തേക്കും കല്യാണം. പോടാ കേറി പോടാ. ഐ, കല്യാണം വേണ്ടാന്നല്ലേ പറഞ്ഞ, വേണോന്നല്ല ഇത്ര ചൂടാവാനായിട്ട്. എന്നാലും അമ്മച്ചി SLC പരീക്ഷയ്ക്ക് മാത്സിന് ഇത്തിരി മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ ചേട്ടൻ ചപ്പാത്തിക്കോലിന് നല്ല ഉണ്ടായിരുന്നു. ആടി 50-ൽ 47 മാർക്ക് കുറഞ്ഞതിനാണ് ഈ അമ്മനെ ചപ്പാത്തി കൊണ്ടുവരുന്നത്. അയ്യേ, അപ്പൊ നിങ്ങള് മാത്സിന് തോറ്റാ? ഓ അല്ല, പിന്നെ ഇപ്പൊ എല്ലാത്തിനും ജയിച്ചിരിക്കും. എന്ത് ബാക്കി എല്ലാത്തിനും എനിക്ക് 5 കൂടുതൽ മാർക്കുണ്ടായി. 10 താഴെ. അപ്പൊ നിങ്ങൾ എല്ലാത്തിനും തോറ്റാ? നിങ്ങൾ പഠിക്കണ കാലത്ത് വലിയ പുലിയാന്ന് പറഞ്ഞിട്ട്? കാട്ടില് പുലി മാത്രമൊന്നുമല്ല, കഴുതപ്പുലി ഉണ്ട്. പണ്ട് പറഞ്ഞൊക്കെ മര്യാദക്ക് കേൾക്കണോർന്ന്. ഇവിടെ SLC വരെ എത്തിയത് തന്നെ ഭാഗ്യമൊന്നും പറഞ്ഞിരിക്കണ. എടാ 2 മാർക്ക് കുറഞ്ഞതിന് കുഴപ്പമില്ലടാ, അടുത്തേലും വാങ്ങിച്ചാൽ മതി. അയ്യോ, ഈ മാതിരി പരീക്ഷയ്ക്കും തോറ്റിട്ട് അമ്മച്ചൊന്നും പറഞ്ഞില്ല അമ്മച്ചി. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നു നമുക്ക് മന്ന ബുദ്ധി എന്തെങ്കിലും വിളിക്കാറുണ്ട്. ഇത് അതുപോലും ഇല്ലാത്ത അവന് ഞാൻ എന്ത് പറയാനും മോളെ, അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല.